അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല, വേദനെടുത്തിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് കിഡ്നിയിൽ ക്യാൻസറായിരുന്നു. കിഡ്നി എടുത്ത് കളഞ്ഞു. അപ്പോൾ അത് ലെൻസിലേക്ക് ബാധിച്ചിട്ടുണ്ട്. അത് ഒരു വർഷത്തോളം ഇഞ്ചക്ഷന് പറഞ്ഞേക്കണേ. ഒരു ഇഞ്ചക്ഷന് 2,00,000 രൂപ വരും. 21 ദിവസം കൂടുമ്പോഴാണ് ചെയ്യുന്നത്. അത് എന്നെ കൊണ്ട് വേറെ മാർഗമൊന്നുമില്ല. എൻ്റെ വീടാണെങ്കിൽ കടത്തിയിലാണ്. പിന്നെ എന്നെ കൊണ്ട് വേറെ മാർഗമൊന്നുമില്ലാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ വരുന്നത്. എനിക്കൊന്നും പറയാൻ പറ്റില്ല, വേദനത്തൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളിൽ കേൾപ്പിക്കുന്നു. എന്നെ സഹായിക്കണം, എന്നെ സഹായിക്കണം. എല്ലാവരും നിങ്ങളാരാവുന്ന സഹായങ്ങൾ ചെയ്ത് സഹായിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അസ്സലാമലൈക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമസ്കാരം. ഷഹീൻ കെ മൊയ്തീനാണ്. ഒരുപാട് രോഗികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നേരെ ഞാൻ കൈകൾ നീട്ടിയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് നേരെ ഞാൻ കൈകൾ നീട്ടുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടിയിട്ടാണ്. സഗീർ എന്റെ കൂടെ മദ്രസയിലും സ്കൂളിലൊക്കെ ഒരുമിച്ച് പഠിച്ചിരുന്നതാണ്. സഗീർ കുറച്ചു നാളുകളായിട്ട് ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ അസുഖത്തിന് RCCയിലെ ട്രീറ്റ്മെന്റിലാണ്. സഗീറിന്റെ ഒരു കിഡ്നി 2-3 മാസങ്ങൾക്ക് മുമ്പ് റിമൂവ് ചെയ്തു. ക്യാൻസർ വീണ്ടും ലങ്സിനെ ബാധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ 25 ലക്ഷം രൂപ കണ്ടെത്തിയിട്ട് ഇമ്മ്യൂണൽ തെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സ നടത്തിയാൽ മാത്രമേ എന്റെ പ്രിയപ്പെട്ട ചങ്ങാതിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിയുള്ളൂ. എന്റെ ഒരു അഭ്യർത്ഥനയായിട്ട് നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണം. ഇവിടെ സഗീറിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മഹല്ല് ഭാരവാഹികളുടെ, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളൊക്കെ നേതൃത്വത്തിൽ വലിയൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുമായിട്ട് ഈ വീഡിയോ കാണുന്നവരെടുത്തും സഗീറിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുവരാൻ, ഈ കുടുംബത്തിന്റെ ജീവിതം തിരികെ നൽകാനായിട്ട് എല്ലാവരും കൂടി ഉണ്ടാകണം. കഴിയാവുന്ന സഹായങ്ങളും പ്രാർത്ഥനയുമായിട്ട്. സഗീറിന് പണ്ടേ വലത്ത് കൈക്ക് സ്വാധീനമില്ലായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരുന്നതാണ്. പക്ഷെ അവൻ കൂലിപ്പണി ചെയ്തിട്ടാണ് ഇതുവരെ അവന്റെ ഭാര്യയും ഉമ്മയും അടങ്ങുന്ന 2 മക്കളടങ്ങുന്ന കുടുംബത്തെ പുറത്തി വന്നിരുന്നത്. മകളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ 5 ലക്ഷത്തോളം രൂപ ബാങ്ക് ലോണൊക്കെ എടുത്ത് അത് തിരിച്ചടവൊക്കെ മുടങ്ങിയിട്ട് 13 ലക്ഷത്തിലെത്തി. ജപ്തി ഭീഷണിയുടെ നിഴലിലാണ്. ഉമ്മയാണെങ്കിൽ അൽഷിമേഴ്സ് എന്ന് പറയുന്ന മാരകമായ അസുഖത്തിന് ട്രീറ്റ്മെന്റിലാണ്. സത്യം പറഞ്ഞാല് എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നോട്ടുള്ള ചികിത്സക്ക് ഒരു മാർഗവുമില്ലാതെ നമ്മുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഈ കുടുംബത്തെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. തൃശ്ശൂർ ജില്ലയിലെ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ 8-ാം വാർഡിൽ കരൂപ്പടന്ന പള്ളിനടയിൽ താമസിക്കുന്ന സഗീറിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ട ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട 25 ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടി ഇവിടുത്തെ മഹല്ല് കമ്മിറ്റിയുടെയും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വാർഡ് മെമ്പർമാരുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയൊരു ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന ഓരോ സുമനസ്സുകളും സഹായങ്ങൾ നൽകിക്കൊണ്ട്, പ്രാർത്ഥനയിൽ ഈ കുടുംബത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഈ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം പേരിലേക്ക് എത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് നിഷ ഷാജി. എന്റെ വാർഡിലുള്ള പുളിമുട്ടിൽ സഗീർ എന്നവർക്ക് കിഡ്നിയിൽ ക്യാൻസർ ബാധിക്കും. കിഡ്നി റിമൂവ് ചെയ്യുകയും ചെയ്തു. ലെൻസിലാണ് ഇപ്പോൾ ക്യാൻസർ ഉള്ളത്. നിലവിൽ കീമോതെറാപ്പി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇമ്മ്യൂണോ തെറാപ്പിയാണ് ചെയ്യുന്നത്. അത് ഏകദേശം 25 ലക്ഷത്തോളം രൂപ ചെലവുണ്ട്. ഇദ്ദേഹമാണെങ്കിൽ സാമ്പത്തിക ബാധ്യത വളരെ ഉയർന്ന ഒരവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള വലിയൊരു രോഗം പിടിപെട്ടത്. ആയതിനാൽ നിങ്ങളുടെ എല്ലാവരുടെയും സാമ്പത്തിക സഹായം അനുവദിച്ചു തരണമെന്ന് താല്പര്യം.